സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ വന്നതോടെ സിനിമാ സംഘടനകൾ പണിമുടക്കിലേക്ക്. ഒരു ദിവസം ഷൂട്ടിംഗ് നിർത്തിവെച്ചും തിയേറ്ററുകൾ അടച്ചിട്ടും വിതരണം നിർത്തിയും സമരം നടത്താനാണ് തീരുമാനം. സൂചനാ പണിമുടക്കിന് ശേഷവും തീരുമാനമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്താനാണ് സംഘടനകളുടെ നീക്കം. ഫിലിം ചേംബർ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ ഒരുമിച്ച് സമരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജൂൺ 1 മുതൽ പ്രഖ്യാപിച്ച സിനിമാ സമരം മാർച്ച് 17 മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വേണ്ടെന്ന് വച്ചിരുന്നു. 45 ദിവസത്തിനകം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പിന്മേലായിരുന്നു അത്. എന്നാൽ 70 ദിവസം കഴിഞ്ഞിട്ടും ഒരു മറുപടിയും ഉണ്ടായില്ല. ഇതോടെയാണ് സൂചന പണിമുടക്ക് നടത്താൻ സംഘടനകൾ തീരുമാനിച്ചത്. ഗവൺമെന്റ് നമ്മൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇപ്പോൾ നിറവേറ്റിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഗവൺമെന്റ് ഒരിക്കൽ കത്ത് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജൂണിൽ തന്നെ സൂചനാ പണിമുടക്ക് നടത്തിക്കൊണ്ട് സമരമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുകയാണ്. ജൂണിൽ ഞങ്ങൾ സൂചനാ പണിമുടക്ക് നടത്തും. അപ്പം തിയേറ്റർ അസോസിയേഷൻസും അവരെല്ലാം തയ്യാറാണ്. സൂചനാ പണിമുടക്കിന്റെ ദിവസം ഏത് ദിവസമാണ് അവർ തയ്യാറാകുന്നത്. കേരള തിയേറ്ററുകൾ അടച്ചിടും. പിന്നെ ഷൂട്ടിംഗ് നിർത്തിവെക്കും. ഗവൺമെന്റ് എത്ര 35 കോടി രൂപ തുടരും വാങ്ങുന്ന സിനിമകളൊന്നും ടാക്സ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തീരുമാനങ്ങൾ അറിയിച്ച് ഫിലിം ചേംബർ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും കത്ത് നൽകി. ജൂൺ അവസാനത്തോടെ സമരം നടത്താനാണ് തീരുമാനം. അതിനുശേഷം അനിശ്ചിതകാല സമരത്തെപ്പറ്റി ആലോചിക്കും. ഗവൺമെന്റ് നമ്മളോട് തരേണ്ട ചില ആനുകൂല്യം ഈ ഇൻട്രസ്റ്റിൽ നിന്ന് പോകാതെ നോക്കണ ഉത്തരവാദിത്വം ഗവൺമെന്റിനും ഉണ്ട്. ഇത് ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാ അല്ലേ? അതുകൊണ്ട് ഞങ്ങൾ കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെന്റ് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മറ്റ് സംഘടനകളുമായി കൂടിയാലോചിച്ച് ഉടൻ തന്നെ സമരത്തിന്റെ തീയതി തീരുമാനിക്കും. സൈഫുന്നിസ അലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.